നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ടതുപോലെ ഒരു അടിപൊളി ഉദ്ഘാടനത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, താളമേളങ്ങളോടെ ആളുകൾ കൂടിക്കിടക്കുന്ന മറ്റാരെയും കാണാനല്ല, നമ്മുടെ സണ്ണി ലിയോണിനെ കാണാനാണേ. എന്തോരു തിരക്കായിരുന്നെന്നറിയോ, പോയി പെട്ടുപോയി എന്ന് തന്നെ പറയാം. 8 നിലകളിലായി ഒരു വമ്പൻ ഷോറൂം തന്നെയാണ് RK മാൾ ട്രിവാൻഡ്രത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഈ സ്പോട്ടിനും അട്ടക്കുളങ്ങരയ്ക്കും ഇടയ്ക്കായി ഫ്ലവേഴ്സ് ചാനലിനോട് ചേർന്നിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഉദ്ഘാടനം കാണാനായി പോയത്. അത് സണ്ണി ലിയോൺ വരുന്നോണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. സണ്ണി ലിയോണിനെ ഇതിനു മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാലും RK മാളിന്റെ പരസ്യമായിരുന്നു ഒരു 2-3 മാസമായിട്ട്. പരസ്യം എന്താണെന്നറിയണ്ടേ? 9 രൂപ മുതൽ 1999 രൂപ വരെ എവിടെ തിരിഞ്ഞാലും ഇതിന്റെ പരസ്യമായിരുന്നേ. അതെന്താണെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടിയാണ് ഞാനും ഈ തള്ളിൽ പെട്ടുപോയത്. 10:30 ഉദ്ഘാടനം വെച്ചിരുന്നെങ്കിലും സണ്ണി ലിയോൺ വന്നപ്പോഴേക്കും ഏകദേശം 11 മണിയോട് അടുപ്പിച്ചായി. അപ്പോഴേക്കും അവർ നമ്മളെ നിരാശരാക്കില്ല. ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നല്ല നല്ല പ്രശസ്തരായ ഗായകരുടെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബോറടിച്ചതൊന്നുമില്ല കേട്ടോ. ആങ്കറിംഗ് സെക്ഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ രഞ്ജിനി ചേച്ചി വന്ന് കൈകാര്യം ചെയ്ത് രഞ്ജിനി ഹരിദാസ്, എന്റെ പൊന്നേ, പിന്നെ ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. എന്ത് രസമാണെന്നറിയാം അവർ ആങ്കർ ചെയ്യുന്നേ. കുറച്ച് ഭാഗം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കണ്ടാലോ. അത്രയും ഉറങ്ങി കിടന്ന ഓഡിയൻസിനെ ഒരു പുലിക്കുട്ടി എന്ന് വിളിച്ചുണർത്തി എന്ന് തന്നെ പറയാം. ഒരു തണുപ്പ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് മോൾസ്. അതെ, പക്ഷെ RK മാളിനെ വളരെ സ്പെഷ്യൽ ആക്കുന്ന കാര്യം രമയും ഹേമന്തും ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ ആയിരിക്കാം. ഇവിടെ തന്നെ ഏറ്റവും പുതിയ ഷോറൂം, 8ാമത്തെ ഷോറൂം വരുമ്പോൾ മോർ ദാൻ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലേറെയുള്ള ഏരിയ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും വളരെ ചെറിയ വില നിരക്കിൽ, വളരെ ചെറിയ തുക. എന്ന പേര് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഹനാൻ എന്ന് പറയുന്നത് സ്ലോ പാട്ടാണോ? അപ്പൊ മെലഡി പാട്ടുകളാണ്. അങ്ങനെ രഞ്ജിനി ഹരിദാസ് ഫുൾ വൈബാക്കി എല്ലാരെയും എന്റർടൈൻ ചെയ്യിച്ചു. അവര് വന്നതിന് ശേഷം ആരും ആ സ്റ്റേജിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. നമ്മുടെ പോലീസുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ ആളുകളെ നിയന്ത്രിക്കാനല്ല, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പറ്റിക്കാൻ പറയും. ഇപ്പൊ വരും സണ്ണി ലിയോൺ, പിന്നെ വരും സണ്ണി ലിയോൺ. ഇതാ ബസ്സിൽ വരുന്നു, ഇതാ രഞ്ജിനി ചേച്ചി ഇറങ്ങി വന്ന് ഓഡിയൻസിന്റെ കൂടെ എല്ലാം ഡാൻസ് ഒക്കെ കളിച്ചു. കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് ഇതെല്ലാം മ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ രഞ്ജിനി ചേച്ചിയുടെ ആങ്കറിങ് മാത്രമേ ഇടുള്ളായിരുന്നു. ജൂലൈ 10-ാം തീയതി എല്ലാ കണ്ണുകളും സണ്ണി ലിയോണിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഫുൾ സർപ്രൈസ് ആയതുകൊണ്ട് ഏത് വഴി വരും എന്നറിയാൻ പറ്റില്ല. പിള്ളേരൊക്കെ ഫുൾ വൈബിലായിരുന്നു. അവിടെ നിന്ന കാണികളെല്ലാം, ഓഡിയൻസ് എല്ലാം ഫുൾ വൈബിലായിരുന്നു. കാരണം അമ്മാതിരി മോട്ടിവേഷനാണ് രഞ്ജിനി ചേച്ചിയുടെ ആങ്കറിങ്ങിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. വെറുതെ അനങ്ങാതെ നിന്നവർ പോലും കൈയടിച്ചും ബഹളം വെച്ചും എല്ലാം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എല്ലാവരും ഇപ്പൊ സണ്ണി ലിയോണിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എന്നുള്ള ചോദ്യമൊക്കെ തുടങ്ങി. പിള്ളേരൊക്കെ പാട്ടൊക്കെ ഇട്ട് തകർക്കുന്നുണ്ടായിരുന്നു. ഫൈനലി കാത്തിരുന്ന നമ്മുടെ സണ്ണി ലിയോൺ എത്തിക്കഴിഞ്ഞതാ. എല്ലാ മൊബൈലുകളും പൊങ്ങി. നല്ല തിരക്കും ചവിട്ടും ഇടിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ക്ഷമിക്കണം. And I love Kerala. I love you all. And thank you so much for coming today. I love you. As a businesswoman, I was just saying, Sunny or act. I'm just gonna switch to Malayalam if that's okay. Sunny or actress maatroalla. Sunny or businesswoman aanu. She's got a perfume brand called Lust. She's got what cosmetic? Starstruck Cosmetics. And you also have a mobile game app which is called Sunny Leone Fantastic. Popular as well. Have you picked up any Malayalam words? You're going to teach me. I'm going to read. Yeah? നമുക്ക് സണ്ണിനെ കൊണ്ട് മലയാളം പറയിപ്പിച്ചാലോ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. I love you. That's what it means. I love you all. I do love you all. There we go. I would like to introduce you to another really popular figure in our state. He's an online. Take a 4 lines, take a minute apart. He's a singer as well.
He's a melodic king. He loves melodies. It's all about romantic music. Yeah, sing a Malayalam song. Yeah, no problem. Sunny Shashi, whatever. ഈ ഗായകന്റെ സണ്ണി ലിയോണിന് ഒരു അടിപൊളി പാട്ടൊക്കെ പാടിക്കൊടുത്തു. ഇതൊക്കെ കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. അങ്ങനെ എല്ലാവരും നിർബന്ധപ്രകാരം നമ്മുടെ സണ്ണി ലിയോൺ ഒരു ഡാൻസ് ഒക്കെ കളിച്ചു. ഡാൻസ് അധിക സ്റ്റെപ്പൊന്നും എടുത്തില്ല. അവിടെ നിന്ന് അവർ ആ സ്റ്റേജിലുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കളിച്ചു എന്ന് പറയാം. എന്റെ വീഡിയോ ഇങ്ങനെ ഇടന്ന് ഷേക്ക് ചെയ്യുന്ന ബാക്കിൽ നിന്നൊക്കെ നിറയെ ആളുകളുണ്ടേ. ഇങ്ങനെ തള്ളയെ ഉന്തയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്ക് ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടേ. കാണണമെന്ന് ആഗ്രഹിച്ചവരെ ഒരുപാട് ആളുകളെ കണ്ടു. ഫൈനലി സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ഒരു റിബണൊക്കെ വലിച്ചു കെട്ടിയിട്ട് അവരിത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ അകത്ത് ഫോട്ടോ സെക്ഷനൊക്കെ അകത്തുള്ള ആളുകളെയൊക്കെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു എല്ലാരും പിരിഞ്ഞു. അതിനുശേഷമാണ് നമുക്കൊക്കെ തുറന്നു തന്നത്. അവര് പറയുന്ന ഒരു ഹൈപ്പ് വെച്ചിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അവര് പറഞ്ഞിരുന്ന 9 മുതൽ 1999 വരെയാണ്. അതിനകത്തുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ എല്ലാത്തിനും 1000 എബോയൊക്കെ തന്നെയാണ് കൂടുതലും. ഒരു ടോപ്പിനൊക്കെ തന്നെ ആയാലും 750 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കൊള്ളാം, നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഒരുപാട് കളക്ഷനും വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഉദ്ഘാടനമൊക്കെ ഗംഭീരമാക്കി സണ്ണി ലിയോൺ ട്രിവാൻഡ്രം ഇളക്കി മറിച്ചു. റേറ്റ് കുറഞ്ഞ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഹൈപ്പിനൊത്തൊന്നും അവിടെ ഇല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഉള്ളതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻസിൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഈ ഹൈപ്പ് കൊടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ ഒരു റേഞ്ച് അല്ല എന്ന്. അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ല ഡ്രസ്സുകളാണല്ലോ. കുട്ടികൾക്കായാലും ലേഡീസിനായാലും എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ജെൻസിനായാലും 8 നിലകളിലും ഓരോ ഫ്ലോറിലും ഓരോരുത്തർക്കായി ഉള്ളതാണ്. ജെൻസിന്, ലേഡീസിന്, കിഡ്സിന്, അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഹൈപ്പ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അല്ലാതെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഉള്ള ഡ്രസ്സസ് ആണ് ഉള്ളത്. ഇതാ അങ്ങനെ സണ്ണി ലിയോൺ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ. ബൈ ബൈ. ഓക്കെ, സീ യു.